1986 ഫെബ്രുവരി 11. അന്നൊരു ചൊവ്വാഴ്ചയായിരുന്നു. അമ്പിളി പതിവ് പോലെ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി കുറിയും തൊട്ട് പൊതിച്ചോറും ബുക്കും പുസ്തകവും ഒക്കെ അടങ്ങിയ തൻ്റെ ബാഗുമായി അമ്മയുടെ മുത്തവും വാങ്ങി സ്കൂളിലേക്ക് തിരിച്ചു. തിരുവല്ല MGM സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു അമ്പിളി. യാത്രക്കിടെ കൂട്ടുകാരിയും കൂടെ കൂടി. ഒത്തിരി വർത്തമാനവും കളിചിരിയുമൊക്കെയായി ഇരുവരും കാവുംപാവം ജംഗ്ഷനും പാലിയക്കരയ്ക്കുമിടയിലുള്ള മുക്കവലയിലെത്തി. തിരുവല്ല അമ്പലപ്പുഴ സംസ്ഥാന പാതയും പഴയ രാജപാതയിലെ അഞ്ചൽക്കുറ്റി ജംഗ്ഷനിലേക്കുള്ള വഴിയും സംഗമിക്കുന്നത് ഇവിടെയാണ്. ഇവിടെ നിന്നും കഷ്ടിച്ച് ഒരു ഫർലോങ് മാത്രമേ സ്കൂളിലേക്കുള്ളൂ. പെട്ടെന്നാണ് കായംകുളം തിരുവല്ല KSRTC ബസ് ചീറിപ്പാഞ്ഞു വന്നത്. വഴിക്ക് വീതി കുറവ്. ഭയന്നുപോയ അമ്പിളിയും കൂട്ടുകാരിയും റോഡ് നിർമ്മാണത്തിനായി കൂട്ടിയിട്ടിരുന്ന മെറ്റൽ കൂനയിലേക്ക് ഓടിക്കയറി. അമ്പിളി നിന്ന ഭാഗത്തെ മെറ്റലിടിഞ്ഞ് കാൽ വഴുതി ബസ്സിനടിയിലേക്ക് വീണു. അന്താളിച്ചു പോയ കൂട്ടുകാരി കയ്യിൽ പിടിച്ച് പുറകിലേക്ക് വലിച്ചെങ്കിലും ബസ്സിന്റെ പിൻചക്രം അമ്പിളിയുടെ ദേഹത്തൂടെ കയറിയിറങ്ങി. തൽക്ഷണം അമ്പിളി മരിച്ചു. കാഴ്ചക്കാർ ഉറക്കെ നിലവിളിച്ചുവെങ്കിലും ഡ്രൈവർ കേട്ടില്ല. അതുവഴി വന്ന ഒരു വാഹനത്തിൽ അമ്പിളിയുമായി നാട്ടുകാർ തിരുവല്ല ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് പാഞ്ഞു. ഡോക്ടർമാർ മരണം സ്ഥിരീകരിച്ചു. പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി മൃതശരീരവുമായി ഭവനത്തിലേക്ക്. പഠിത്തത്തിൽ ബഹുമിടുക്കിയായിരുന്നു അമ്പിളി. കാവുംഭാഗത്തെ അറിയപ്പെടുന്ന വിഷഹാരിയായ തൻ്റെ വല്യമ്മയെ മരുന്നുകൂട്ടുകൾ തയ്യാറാക്കാൻ അമ്പിളി കൂടുമായിരുന്നു. തൽഫലമായി ഒരു ഡോക്ടർ ആകണമെന്ന മോഹം അമ്പിളിക്കുണ്ടായിരുന്നു. ബാഗും പൊതിച്ചോറുമായി സ്കൂളിലേക്ക് പോയ മകൾ തിരികെ വരുന്നതും കാത്തിരുന്ന മാതാപിതാക്കളുടെ മുന്നിലേക്ക് വന്നത് ഓമന മകളുടെ ചലനമറ്റ ശരീരമായിരുന്നു. എൻ്റെ മകളാണ് അമ്പിളി. ചേട്ടത്തി അനിയത്തിയും കൂടെയാണ് MGM സ്കൂളിലാണ് പഠിക്കുന്നത്. അന്നേരം രണ്ടുപേരും കൂടെ പോയത്. ചേട്ടത്തിയുടെ കൂട്ടുകാരുടെ കൂട്ടത്തിൽ അവളും ഇറങ്ങി, ഇവിടെ കൂട്ടുകാരെ വിട്ട് ഇവളും പോയി. കുറേ സമയം കഴിഞ്ഞപ്പോഴാണ് അനിയനും അമ്മാവൻ്റെ മോനും കൂടാണ് ഓടിപ്പോകുന്നത്. പോയി 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തെ അവർ തിരിച്ചു വന്ന് കരഞ്ഞുകൊണ്ടാണ് ഓടി വരുന്നത്. അപ്പം എൻ്റെ ഭർത്താവ് ചോദിച്ചു എന്തിനടി അനിയൻ കരയെന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയത്തില്ല. വന്ന് ചോദിച്ചാൽ പറഞ്ഞ് ചേട്ട അമ്പിളിന്ന് മാത്രം പറഞ്ഞു. അപ്പോഴത്തെ ചേട്ടനും പെട്ടെന്ന് ആശുപത്രിയിലോട്ട് അങ്ങ് പോയി. ഇവർ കൊണ്ടുപോയി. എന്നെ പോകാൻ അനുവദിച്ചില്ലായിരുന്നു. തിരിച്ചിഞ്ഞ് കൊണ്ടുവന്ന് എന്നെ ഇവിടെ വന്നപ്പോൾ ഇവിടെ പന്തലിടുന്ന ആൾക്കാരെല്ലാം വന്ന് പന്തലിടുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മോൾ മരിച്ചെന്നുള്ള മനസ്സിലായി. ഒരു നാട് മുഴുവൻ ആ ഭവനത്തിലേക്ക് ഒഴുകിയെത്തി. അലമുറയിട്ട് കരയുന്നവരെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ? അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നതിനാൽ മൃതദേഹം ദഹിപ്പിച്ചില്ല. വീടിൻ്റെ പുറയിലെ പുരയിടത്തിൽ അവളെ അടക്കം ചെയ്തു. അമ്പിളിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പേരയും ചാമ്പയും പ്ലാവും എല്ലാം ഉള്ള ഒരിടം. എല്ലാ വർഷവും അമ്പിളിയുടെ ഓർമ്മ ദിനത്തിൽ അവൾക്കായി പൂജകൾ മുടങ്ങാതെ ചെയ്യുന്നു. കുട്ടികൾക്ക് പായസവും വിതരണം ചെയ്യുന്നു. അമ്പിളിയെ അടക്കം ചെയ്തിടത്ത് അന്നേ ദിവസം വിളക്കുവയ്ക്കും. അമ്മ രത്നകുമാരിക്ക് ഇപ്പോൾ 74 വയസ്സ്. പിതാവ് അനന്തദാസ് 20 വർഷം മുമ്പ് മരിച്ചു. ഗവൺമെൻറ് ഓഫീസ് ക്ലർക്കായിരുന്നു. സഹോദരി ആശാദേവി പാണ്ടനാട്ട് കുടുംബസമേതം താമസിക്കുന്നു. അത്ര വേഗം ഒന്നും ഈ നാട് ഈ കുഞ്ഞിനെ മറക്കില്ല. അമ്പിളിയുടെ സ്മരണ നിലനിർത്താൻ മുനിസിപ്പൽ കൗൺസിൽ പ്രമേയം പാസാക്കി അപകട സ്ഥലത്തിന് അമ്പിളി ജംഗ്ഷൻ എന്ന പേര് നൽകി. അമ്പിളിയെ സംസ്കരിച്ച സ്ഥലം അമ്മ കാണിച്ചു തന്നു. അവൾക്കിഷ്ടമുണ്ടായിരുന്ന പേരയും ചാമ്പയും മാവും ഒന്നും ഇപ്പോൾ കാണുന്നില്ല. വീർപ്പുമുട്ടിക്കുന്ന ഒരു ശാന്തത. മൃതശരീരം അടക്കം ചെയ്ത ഇടത്ത് ഒരു വരിക്കപ്ലാവ്. 38 വർഷം മുമ്പ് നട്ടതാണ്. പക്ഷേ വളർച്ചയില്ല. അവൾക്കേറെ ഇഷ്ടപ്പെട്ട ആ ഫലവൃക്ഷം കുഞ്ഞിനായി തന്നെ നിൽക്കുന്നത് യാദൃച്ഛികമാകാം. മരിക്കുമ്പോൾ 13 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന അമ്പിളിയെപ്പോലെ അതങ്ങനെ ഒരു കുഞ്ഞൻ പ്ലാവായി തന്നെ നിൽക്കട്ടെ. നോക്കൂ കൂട്ടരെ, ഈ മുക്കവലയുടെ വാഹനങ്ങൾ ചീറിപ്പായുന്നത് കണ്ടില്ലേ? ഒരു വശത്തുകൂടി തിരുവല്ല ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ, ഈ വശത്ത് നിന്ന് കായംകുളം ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ. പഴയ റോഡിലേക്ക് തിരിയാൻ കുറെ വാഹനങ്ങൾ. പ്രധാന റോഡിലേക്ക് വേഗത്തിൽ നിന്നും ആ വശത്ത് നിന്ന് വാഹനങ്ങൾ പ്രവേശിക്കുന്നു. യാതൊരു മുന്നറിയിപ്പും ഇവിടെ കാണുന്നില്ല.
അടുത്തിടെ തന്റെ വീടിന്റെ മതിലുകൾ തകർത്ത സംഭവവും സമീപവാസിയ കനിയാന്തര റിക്കിച്ചായ ഞങ്ങളോട് പറഞ്ഞു. ആ കാണുന്ന കുട്ടികളുടെ പാർക്കിലേക്ക് വൈകുന്നേരങ്ങളിൽ മാതാപിതാക്കളോടൊത്ത് കുഞ്ഞുങ്ങളെത്തില്ലേ? അവരെങ്ങനെ സുരക്ഷിതമായി റോഡ് മുറിച്ചു കടക്കും? 3 സ്കൂളുകൾ ഈ ജംഗ്ഷനിൽ നിന്നും അധികം ദൂരമില്ലാത്ത ഇടത്തുണ്ടെന്ന് ദയവായി മറക്കില്ലേ. റോഡിന് വീതി കൂട്ടിയത് നല്ലത് തന്നെ, പക്ഷേ സുരക്ഷിതമായ സീബ്ര ക്രോസിംഗും സിഗ്നൽ ലൈറ്റുകളും സ്ഥാപിക്കണം. ഇനിയും കുഞ്ഞമ്പിളിയെ പോലെ ഇവിടെ ജീവിതങ്ങൾ ചതനരയേറ്റും. ട്രാവൻകൂർ ടെലിവിഷൻ, തിരുവല്ല.